സാറാണോ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാവില്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിന് കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ്. ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതിന് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്ന് മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പൈസോട്ടി വിള. സുലാൻ വടാ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. മര്യാദ കണക്കടാ. ഇതുപോലെ നടന്നാ മതിയാ. സമാനോ ഇപ്പൊ? ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണി കിടപ്പാണല്ലോ. അതേടാ, തൊമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടാ വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമുകനോടെ പോയി. ഈ സന്തോഷ വാർത്ത അവനൊന്ന് അറിയിക്കണമല്ല. അവനെ ആടിനെ തിരിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടിലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഒന്നുമില്ല. ശിവത, അവനെ വിടരുത്. നീ ഇവനൊന്ന് ആശുപത്രി.